ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശരത് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാം PDF നോട്ടുകൾ ടെലഗ്രാം ചാനൽ ലഭ്യമാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ആവാത്തവർ പെട്ടെന്ന് ജോയിൻ ആവുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വയലാർ പുരസ്കാരത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വയലാർ പുരസ്കാരം 2023. അപ്പോൾ വയലാർ പുരസ്കാരം 2023 നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ വയലാർ പുരസ്കാരം 2023 നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. 2022 വയലാർ പുരസ്കാരം നേടിയത് എസ് ഹരീഷാണ്. അപ്പോൾ 2022 വയലാർ പുരസ്കാരം നേടിയത് എസ് ഹരീഷാണ്. ഇത് ഇക്കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുരസ്കാരങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ 2022 വയലാർ പുരസ്കാരം നേടിയത് എസ് ഹരീഷാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മീശ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, മീശ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? എസ് ഹരീഷിൻ്റെ കൃതിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 2022 വയലാർ പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം എസ് ഹരീഷാണ്. 2021 വയലാർ പുരസ്കാരം നേടിയത് ബെന്യാമിനാണ്. അപ്പോൾ 2021 വയലാർ പുരസ്കാരം നേടിയത് ബെന്യാമിനാണ്. അദ്ദേഹത്തിൻ്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് കിട്ടിയത്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് വയലാർ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ നോക്കൊന്നുകൂടെ പറയാം, 2023 വയലാർ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. 2022 വയലാർ പുരസ്കാരം നേടിയത് എസ് ഹരീഷാണ്. അദ്ദേഹത്തിൻ്റെ കൃതി മീശയാണ്. ഏതാണ്? മീശ. 2021 വയലാർ പുരസ്കാരം നേടിയത് ബെന്യാമിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. അപ്പോൾ 2023 അല്ലെങ്കിൽ 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ശ്രീകുമാരൻ തമ്പിയാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ വർഷം നിന്നിട്ട്, അതായത് 2023 വയലാർ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പർ വെച്ചിട്ട് ചോദിക്കാം. അതായത് 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണെന്നും ചോദിക്കാം. അപ്പോൾ 2023 അല്ലെങ്കിൽ 47ാമത് വയലാർ പുരസ്കാര ജേതാവാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹം ചലച്ചിത്ര ഗാന രചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. അതുപോലെ എഴുത്തുകാരനാണ്, സംവിധായകനാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2023 അല്ലെങ്കിൽ 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹം ഏതൊക്കെ മേഖലയിലാണ് പ്രസിദ്ധനെന്ന് ചോദിച്ചാൽ ചലച്ചിത്ര ഗാന രചയിതാവ്, എഴുത്തുകാരൻ, സംവിധായകൻ എന്നീ മേഖലകളിൽ പ്രസിദ്ധനാണ്. ഇനി അദ്ദേഹത്തിന് ലഭിച്ച കുറച്ച് പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. 2010 അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 2010 ഓടക്കുഴൽ അവാർഡ് ഏത് കൃതിക്കാണ്? അമ്മയ്ക്കൊരു താരാട്ട്. ഈ കൃതികളൊക്കെ പഠിച്ചു വെക്കുക, ചോദിക്കും. അപ്പോൾ 2010 ശ്രീകുമാരൻ തമ്പിക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അമ്മയ്ക്കൊരു താരാട്ട്. 2016 അദ്ദേഹത്തിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചു. 2019 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2020 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2023 വയലാർ പുരസ്കാരം നമ്മൾ പഠിച്ചു. 2023 വയലാർ പുരസ്കാരം കൃതിയാണ്. കൃതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ച് പഠിക്കുക. ജീവിതം ഒരു പെൻഡുലം. കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ച് പഠിക്കുക. ജീവിതം ഒരു പെൻഡുലം. 2023 അദ്ദേഹത്തിന് ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് കിട്ടി? ഹരിവരാസനം പുരസ്കാരം കിട്ടി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യേണ്ട? ഹരിവരാസനം പുരസ്കാരം സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ കൂടെ തന്നെ എന്ത് ചെയ്തു? നമുക്ക് കിട്ടി. അപ്പോൾ 2023 ഹരിവരാസനം പുരസ്കാര ജേതാവ് തന്നെയാണ് 2023 വയലാർ പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് എസ് ഹരീഷ്. അപ്പോൾ 2022 അല്ലെങ്കിൽ 46ാമത് വയലാർ പുരസ്കാര ജേതാവാണ് എസ് ഹരീഷ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ 2022 എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 46ാമതെന്ന് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരം എഴുതണം. അടുത്ത് ഇദ്ദേഹം എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത് എന്നീ മേഖലയിൽ പ്രസിദ്ധനാണ്. എസ് ഹരീഷിന് കിട്ടിയ പുരസ്കാരങ്ങളാണ് 2018 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അപ്പോൾ എസ് ഹരീഷിന് 2018 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ചെറുകഥയായ ആദം എന്ന കൃതിക്കാണ് കിട്ടിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്, പഠിച്ചു വയ്ക്കണം. അപ്പോൾ ആദം എന്നത് ആരുടെ ചെറുകഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എസ് ഹരീഷിൻ്റെ ചെറുകഥയാണ്. അപ്പോൾ
2018 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എസ് ഹരീഷിന് നേടിക്കൊടുത്ത കൃതിയാണ് ആദം. 2019 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വീണ്ടും ലഭിച്ചു. അദ്ദേഹത്തിന്റെ കൃതിയാണ് മീശ. മീശയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതി. ഇത് നോവലാണ്. അടുത്ത 2020 അദ്ദേഹത്തിന് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അത് മീശയ്ക്ക് തന്നെയാണ്. ഇത് ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് ലഭിച്ചത്. ഒന്നുകൂടെ പറയാം, എസ് ഹരീഷ് 2022 അല്ലെങ്കിൽ 46ാമത് വയലാർ പുരസ്കാര ജേതാവാണ് എസ് ഹരീഷ്. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളാണ് 2018 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആദം എന്ന ചെറുകഥയ്ക്കും, 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മീശ എന്ന നോവലിനും, 2020 JCB സാഹിത്യ പുരസ്കാരം മീശയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അടുത്ത് നമ്മൾ പഠിക്കുന്ന വ്യക്തിയാണ് ബെന്യാമിൻ. ബെന്യാമിൻ എഴുത്തുകാരനും ചലച്ചിത്ര ഗാനരചയിതാവും എന്ന മേഖലകളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബെന്യാമിന് ലഭിച്ചു. അപ്പോൾ 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബെന്യാമിന് ലഭിച്ചു. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ആടുജീവിതം. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, വളരെ ഫേമസ് കൃതിയാണ്. അപ്പോൾ 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബെന്യാമിന് നേടിക്കൊടുത്ത കൃതിയാണ് ആടുജീവിതം. 2015 അദ്ദേഹത്തിന് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 2015 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2019 മുട്ടത്ത് വർക്കി സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2021 വയലാർ സാഹിത്യ പുരസ്കാരം. കൃതി നമ്മൾ ഓർത്ത് വയ്ക്കുക, കൃതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളാണ് ബെന്യാമിന് 2021 വയലാർ സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്തത്. ഇനി ബെന്യാമിൻ്റെ കുറച്ച് കൃതികൾ നോക്കാം. ബെന്യാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ആടുജീവിതം. അടുത്തത് അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ ഏത് സാഹിത്യകാരൻ്റെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ബെന്യാമിനാണ്. അതുപോലെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ഒറ്റമരത്തണൽ എന്നിവ ബെന്യാമിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആടുജീവിതം, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, ഒറ്റമരത്തണൽ എന്നിവ ബെന്യാമിൻ്റെ കൃതികളാണ്. അപ്പോൾ നമുക്ക് അടുത്ത് വയലാർ പുരസ്കാരത്തിനെ കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ കൂടി പഠിക്കാം. മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. അപ്പോൾ മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ വയലാർ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും വെങ്കല ശില്പവുമാണ്. ഈ വെങ്കല ശില്പം രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞിരാമനാണ്. ആദ്യമായിട്ട് വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത് 1977 മുതലാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ആദ്യമായിട്ട് വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത് 1977 മുതലാണ്. ആദ്യമായിട്ട് വയലാർ പുരസ്കാരം നേടിയത് ലളിതാംബിക അന്തർജനമാണ്. അപ്പോൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ 1977 വയലാർ പുരസ്കാരം നേടിയത് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനത്തിന് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് അഗ്നിസാക്ഷി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ട് വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത് 1977 ആദ്യമായിട്ട് നേടിയത് ലളിതാംബിക അന്തർജനം, കൃതി അഗ്നിസാക്ഷിയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ചാനലിലെ കണ്ടൻസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൂടി ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. താങ്ക്